മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷ സമയത്ത് കൂടുതൽ തീഷ്ണതയോടെ വചനം ശ്രവിക്കുന്നതിനു വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. വ്യക്തികളെയും കുടുംബങ്ങളെയും രോഗികളായി ഏതെങ്കിലും മക്കൾ ഭവനങ്ങളിലോ ആശുപത്രികളിലോ കഴിയുന്നുണ്ടെങ്കിൽ അവരെയും ഈശോ ഈ സമയം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരു കാര്യമുണ്ട്. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ഒരു വിശ്വാസ അനുഭവത്തിലേക്ക്, ഒരു ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു വ്യക്തി വളരേണ്ടത് യേശു ശിഷ്യനായി തീരുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കാണും. പക്ഷേ അതിനേക്കാൾ ഉപരിയായി യേശു സ്നേഹിച്ച ശിഷ്യനായി തീരുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതിനേക്കാൾ ഉപരിയായി കൂടുതൽ പ്രസക്തമായത് യേശു നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. യേശു സ്നേഹിച്ച ശിഷ്യനെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെക്കുറിച്ച് ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക്. അപ്പോൾ പരമപ്രധാനമായ കാര്യം യേശു സ്നേഹിച്ച ശിഷ്യനായി തീരുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചത്, കാതുകൊണ്ട് കേട്ടത്, ഞങ്ങൾ സ്പർശിച്ചറിഞ്ഞതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ലേഖനം ആരംഭിക്കുന്നത് തന്നെ. ഞാൻ ഇങ്ങനെ കരുതുന്നു, യേശു സ്നേഹിച്ച ശിഷ്യനായി തീരണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം വളരെ ശക്തമായി പ്രവർത്തിച്ച് അതിൽ വളരുന്ന വ്യക്തി കൂടെ ആയിത്തീരണം എന്ന് മനസ്സിലാകുന്നു. കാരണം കണ്ണുകൊണ്ട് കാണാൻ, സൂക്ഷിച്ച് വീക്ഷിക്കാൻ, സ്പർശിച്ചറിയാൻ, അതുകൊണ്ടാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകമായി പലപ്പോഴും കഴുകനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടെ സൂക്ഷിച്ച് വീക്ഷിക്കുന്ന എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് യോഹന്നാനെ നമ്മൾ കാണുക, അല്ലെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും അത് യോഹന്നാനാണ് എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ
അനേകം ബൈബിൾ പണ്ഡിതന്മാർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അത് യോഹന്നാൻ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ അതിന് വ്യക്തമായി ഒരു പേര് കൊടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വ്യത്യാസം എന്ന് പറയുന്നത്, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന നിലയിലേക്ക് ഒരു വ്യക്തി വളരേണ്ടതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ്. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് ഗ്രേഷ്യസ്, കൃപാമയൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ യോഹന്നാൻ എന്ന വാക്കിനെ വിശേഷിപ്പിക്കാം. കൃപയിൽ അനുസ്യൂതം വളരുന്ന വ്യക്തിക്ക് മാത്രമാണ് യേശു സ്നേഹിച്ച ശിഷ്യനായി തീരുക സാധ്യമാകുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ ആദ്യ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് അവിടെ കാണുന്നുണ്ട്. സെബെദി പുത്രന്മാരായ യാക്കോബും വ്യക്തമായി യോഹന്നാനും എന്ന് അവിടെ പറഞ്ഞുകൊണ്ട് അവർ യേശുവിനെ അനുഗമിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ്റെ പേര് വ്യക്തമാകുന്നത് നമ്മൾ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, യേശു സ്നേഹിച്ച ശിഷ്യനായി തീരണമെങ്കിൽ എന്തൊക്കെയാണ് ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് എന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. യേശു സ്നേഹിച്ച ശിഷ്യനായി തീരണമെങ്കിൽ ഒന്നാമതായി ആ വ്യക്തിക്കുണ്ടാകേണ്ടത് ഒരു വക്ഷസ്സനുഭവമാണ്. എന്താണ് ഈ വക്ഷസ്സനുഭവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളിൽ വളരെ വികാരസാന്ദ്രമായ രംഗങ്ങളാണ് പ്രത്യേകമായിട്ട് അവിടെ വിവരിക്കുന്നത്. ഈശോ അവസാനമായി ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്, അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നത്, അവരുടെ പാദങ്ങൾ കഴുകുന്നത് എല്ലാം വളരെ മനോഹരമായി വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ യേശുവിൻ്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടന്ന ഒരു ശിഷ്യനെക്കുറിച്ച് അവിടെ വ്യക്തമായ സൂചനയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം തിരുവചനത്തിലാണ് നമ്മളത് കാണുക. യേശുവിൻ്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടക്കുന്ന യേശു സ്നേഹിച്ച ശിഷ്യൻ. ഇതിനെയാണ് ഒരു വക്ഷസ്സനുഭവം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. എന്താണ് ഈ വക്ഷസ്സനുഭവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കൂടുതലായി യേശുവുമായുള്ള ഒരു ദൃഢബന്ധം, ഒരു ഗാഢബന്ധം നമുക്ക് ഇവിടെ കൂടുതൽ വ്യക്തമായി തീരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പിതാവുമായി ഗാഢബന്ധത്തിൽ ആയിരിക്കുന്ന പുത്രൻ തന്നെയായ യേശുവാണ് ഇത് വെളിപ്പെടുത്തിയത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം തിരുവചനം വ്യക്തമായി സൂചിപ്പിക്കുന്നു. പിതാവുമായി ഗാഢബന്ധത്തിലായിരിക്കുന്ന ഏകപുത്രൻ ഈശോ എന്നതിന് ഈ ഗാഢബന്ധം എന്നർത്ഥമാക്കുന്ന അതേ വാക്കുകൾ തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം
23-ാം തിരുവചനത്തിലും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് യേശുവിൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടക്കുക. ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഒരു ഗാഢബന്ധം, വേർപിരിക്കാനാവാത്ത സുഹൃത്ത് ബന്ധം യേശുവുമായി നിലനിന്നിരുന്നത്, യേശു സ്നേഹിച്ച ശിഷ്യന് നിലനിന്നിരുന്നത് കാണുവാനായിട്ട് സാധിക്കും. എപ്പോഴും ഈ ഗാഢബന്ധമുണ്ടായിരുന്നത് കൊണ്ട് യേശുവുമായി കൂടിച്ചേർന്ന് മാത്രമേ ഈ വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും അതുകൊണ്ട് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് പറയുന്നത്. യേശുവിൻ്റെ പേരിലൂടെ മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ശിഷ്യൻ. നമ്മൾ അറിയപ്പെടേണ്ടത് യേശുവിൻ്റെ പേരിലാണ്. പലർക്കും, അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും നമ്മൾ അറിയപ്പെടണമെന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷേ നമ്മൾ അറിയപ്പെടുന്നത് യേശുവിൻ്റെ പേരിലാണോ? യേശുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ശിഷ്യനായിരിക്കണം, അല്ലെങ്കിൽ ഒരു ശിഷ്യൻ്റെ വളർച്ചയായിരിക്കണം യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പിതാവുമായി ഗാഢബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന യേശുവിനെ പോലെ ഇതാ യേശുവുമായി ഗാഢബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന യേശു സ്നേഹിച്ച ശിഷ്യൻ. പിതാവായ ദൈവം എങ്ങനെയാണോ പുത്രനുമായി ഗാഢബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് യേശു സ്നേഹിച്ച ശിഷ്യനും ഇതാ അഭേദ്യമായ സ്നേഹബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വ്യക്തിപരമാണ്. ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 26 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പസ്തോല പ്രമുഖനായ പത്രോസിനേക്കാൾ ഒരുപടി മുകളിലാണ് യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പത്രോസ് യേശു സ്നേഹിച്ച ശിഷ്യനോടാണ് ചോദിക്കുന്നത്, ഈശോ ആരെക്കുറിച്ചാണ് ഒറ്റിക്കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്? ആരാണ് അവൻ ഒറ്റിക്കൊടുക്കുന്നത്? യേശു സ്നേഹിച്ച ശിഷ്യനോടാണ് പത്രോസ് ചോദിക്കുന്നത്. അവിടെ ഒരു കാര്യം വ്യക്തമാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ തിരിച്ച് ഈ വ്യക്തിയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് തിരിച്ച് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. യേശു സ്നേഹിച്ച ശിഷ്യനായി തീരണമെങ്കിൽ ഒരു വക്ഷസ് അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. യേശുവിൻ്റെ മാറിടത്തിലേക്ക്, യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന അനുഭവമാണ്, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ് ഈ വക്ഷസ് അനുഭവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്കിൽ മാത്രമേ ഒരു ടൈറ്റിൽ നമുക്കും കിട്ടുകയുള്ളൂ, യേശു സ്നേഹിച്ച ശിഷ്യനെന്ന്. ഈ യേശു സ്നേഹിച്ച ശിഷ്യൻ്റെ അടുത്ത ഭാവം എന്ന് പറയുന്നത്, അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത്, യേശുവിനെ അടുത്ത് അനുഗമിക്കുന്ന വ്യക്തിയായിത്തീരുന്നു എന്നുള്ളതാണ്. പിന്നീട് യേശു സ്നേഹിച്ച ശിഷ്യനെ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങളിലാണ്. യേശുവിനെ അടുത്ത് അനുഗമിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, യേശുവുമായി വേർതിരിക്കാൻ സാധിക്കാത്ത ബന്ധത്തിൽ യേശുവിനോടൊപ്പം അവൻ ഒരുമിച്ച് അകത്ത് പ്രവേശിക്കുന്നതായി നമ്മൾ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനത്തിൽ പറയുന്ന വാക്യങ്ങൾ ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു.
ആ ശിഷ്യനെ പ്രധാനാചാര്യനെ പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോട് കൂടെ പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു. യേശുവിനോടൊപ്പം. അത് മാറ്റി നിർത്താൻ സാധിക്കാത്ത വിധം അത്രമാത്രം ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് യേശുവിനോട് കൂടെ അവൻ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന് വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ പത്രോസ് ആ നേരത്ത് എന്താണ് ചെയ്തത് എന്നത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ്റെ പ്രത്യേകത നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. പത്രോസ് ഒരു തരത്തിൽ യേശുവുമായി അകന്നു നിൽക്കാനായിട്ടാണ് പരിശ്രമിച്ചത്. അവനെ തള്ളിപ്പറയാനാണ് പരിശ്രമിച്ചത്. ഒരു ഡിസസോസിയേഷൻ പത്രോസ് നടത്തുന്നത് കാണുവാൻ സാധിക്കും. പക്ഷേ യേശു സ്നേഹിച്ച ശിഷ്യനാകട്ടെ യേശുവുമായി ക്ലോസ് ഇൻറ്റിമേറ്റ് അസോസിയേഷൻ, യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് യേശുവിനോടൊപ്പം അവൻ അകത്ത് പ്രവേശിക്കുന്നതായി നമ്മൾ കാണുന്നു. ഈ അകത്ത് പ്രവേശിക്കുന്നത് സഹിക്കുന്ന ഒരു യേശുവിനെ നേരിൽ കാണുവാനായിട്ടാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതും ചമ്മട്ടി കൊണ്ടടിക്കുന്നതും മുൾമുടി ശിരസിൽ വഹിക്കുന്നതും വിധിവാചകം ഉച്ചരിക്കുന്നതുമൊക്കെ യേശുവിനോടൊപ്പം അകത്ത് പ്രവേശിച്ച ശിഷ്യന് മാത്രമാണ് ഇത് നേരിൽ കാണാനും മനസ്സിലാക്കാനുമായിട്ട് സാധിക്കുന്നത്. ആ വികാര തീവ്രത ഉള്ളതുകൊണ്ടായിരിക്കണം യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, സൂക്ഷിച്ച് വീക്ഷിച്ചത്, ഞങ്ങൾ സ്പർശിച്ചറിഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ കാതുകൊണ്ട് കേട്ടതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഒരു വക്ഷസ്ഥനുഭവത്തിൽ നിന്ന് എപ്പോഴും യേശുവിനോടൊപ്പമായിരിക്കുന്ന അനുഭവത്തിലേക്ക് ഇതാ യേശു സ്നേഹിച്ച ശിഷ്യൻ ഒരു അവസ്ഥാന്തരം, ഒരു ഭാവമാറ്റം നടത്തുന്നതായി നമ്മൾ കാണുന്നു. വീണ്ടും യേശു സ്നേഹിച്ച ശിഷ്യൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25, 26, 27 തിരുവചനങ്ങൾ. കുരിശിനരികെ നിൽക്കുന്ന അനുഭവത്തിലേക്ക് യേശു സ്നേഹിച്ച ശിഷ്യൻ മാറ്റപ്പെടുന്നു. കുരിശിന് കീഴെ, കുരിശിനരികെ നിൽക്കുന്ന അനുഭവത്തിലേക്ക് യേശു സ്നേഹിച്ച ശിഷ്യൻ മാറ്റപ്പെടുന്നതായി നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വ്യക്തതയോടെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഈശോ 12 പേരെയല്ലേ തിരഞ്ഞെടുത്തത്. 12 യേശുവിൻ്റെ ശിഷ്യന്മാർ. പക്ഷേ അവരാരെയും നമ്മൾ കാണുന്നില്ല. മറിച്ച് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ ഉള്ള അനുഗ്രഹം ലഭിച്ചത് യേശു സ്നേഹിച്ച ശിഷ്യന് മാത്രം. യേശു സ്നേഹിച്ച ശിഷ്യന് മാത്രം. മറ്റ് 11 പേരും അവിടെ അപ്രസക്തമായിത്തീരുന്നു. യേശു സ്നേഹിച്ച ശിഷ്യന്, അല്ലെങ്കിൽ ഒരു വക്ഷസനുഭവമുള്ള വ്യക്തിക്ക് മാത്രമേ കുരിശിൻ്റെ ചുവട്ടിൽ ചെന്ന് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അവിടെ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവിടെ പറയുന്നത് യേശുവിനോട് ചേർത്ത് വെച്ചാണ്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും, യേശുവിനോട് ചേർത്ത് വെച്ചാണ് യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത്. അതേ സ്ഥാനം തന്നെ പറയുന്നു, അതേ സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ പറയുന്നു, യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനും എന്നുള്ള വാക്യം. ഒരു തരത്തിൽ പറഞ്ഞാൽ, ഇതാ യേശു സ്നേഹിച്ച ശിഷ്യനെ അല്പം കൂടി
ഒരു ഉയർന്ന നിലയിലേക്ക് പ്രതിഷ്ഠിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വക്ഷസ്സനുഭവം സ്വന്തമായിട്ടുള്ള വ്യക്തി ഇതാ കുരിശിൻ്റെ കീഴെ വന്ന് നിൽക്കുന്നു. ഈ കുരിശിൻ്റെ കീഴെ വന്ന് നിൽക്കുന്ന വ്യക്തിക്കോ നമ്മൾ ഇങ്ങനെ അവിടെ മനസ്സിലാക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ ഇതാ ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവായിരിക്കും യേശുവിൻ്റെ സക്സസറായിട്ട് വരുന്നത് എന്ന പോലെ ഈശോ വാഗ്ദാനം ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ. പക്ഷേ ഇവിടെ ഒരു ഹ്യൂമൻ സക്സസറായി, ഒരു മാനുഷികമായ പിന്തുടർച്ച അവകാശിയായി ഇതാ യോഹന്നാൻ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശു സ്നേഹിച്ച ശിഷ്യന് അവിടെ കൈവരിക്കുന്നത്. യേശുവിൻ്റെ അമ്മയെ തന്നെ ഇതാ യേശു സ്നേഹിച്ച ശിഷ്യൻ സ്വന്തമാക്കുന്നു. ഒരു പുതിയ കമ്മ്യൂണിറ്റി, ഒരു പുതിയ സമൂഹം അവിടെ ആരംഭിക്കുന്നു. യേശുവിൻ്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യനും. ഒരു പുതിയ കുടുംബത്തിന് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് രൂപം കൊടുക്കുകയാണ്. ആ രൂപം കൊടുക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങളായിത്തീരുന്നു യേശുവിൻ്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യനും. ഒരു പുതിയ കുടുംബത്തിൽ അംഗമായി തീരണമെങ്കിൽ യേശുവുമായി ഒരു വക്ഷസ്സനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. യേശു സ്നേഹിച്ച ശിഷ്യനായി രൂപാന്തരപ്പെടുന്നവർക്ക് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാ വീണ്ടും നമ്മൾ കാണുന്നു ഒരു സത്യസാക്ഷ്യ അനുഭവം. യേശുവിൻ്റെ കല്ലറ ഇതാ തുറന്നിരിക്കുന്നതായും അവിടേക്ക് ഇതാ അപ്പസ്തോല പ്രമുഖനായ പത്രോസിനോടൊപ്പം യേശു സ്നേഹിച്ച ശിഷ്യനും ഓടുന്നതായി നമ്മൾ കാണുന്നു. അവിടെ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്കുള്ളൊരു ഓട്ടമായി നമ്മൾക്ക് അതിനെ കാണാവുന്നതാണ്. ഒരു ഡിസൈപ്പിൾഷിപ്പിൻ്റെ പൂർണ്ണതയിലേക്ക് മെല്ലെ 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 കൂടുതൽ കൂടുതൽ ശക്തിയോട് യേശു സ്നേഹിച്ച ശിഷ്യൻ ഇതാ നടന്നെടുക്കുന്നത് നമ്മൾ കാണുന്നു. പിന്നീട് കർത്താവിനെ തിരിച്ചറിയുന്ന അനുഭവത്തിലേക്ക് യേശു സ്നേഹിച്ച ശിഷ്യൻ രൂപാന്തരപ്പെടുന്നത് നമ്മൾ കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. ബാക്കി 6 ശിഷ്യന്മാർ കൂടെയുണ്ടായിരുന്നു. അവർക്കൊന്നും കർത്താവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ആദ്യമായിട്ടാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ അവിടെ സംസാരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. വളരെ ചെറിയ വാക്യം, അത് കർത്താവാണ്. യേശുവുമായി വ്യക്തിപരമായ സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് യേശു സ്നേഹിച്ച ശിഷ്യന് അത് കർത്താവാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അവസാനം നമ്മൾ കാണുന്നു കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവത്തിലേക്ക് യേശു സ്നേഹിച്ച ശിഷ്യൻ വളരുന്നതായി നമ്മൾ കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളിൽ. യേശു സ്നേഹിച്ച ശിഷ്യനായി തീരണമെങ്കിൽ ഒരു വക്ഷസ്സനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, യേശുവിൻ്റെ ശിഷ്യനായി തീരുക എന്നതിനേക്കാൾ ഉപരിയായി യേശു സ്നേഹിച്ച ശിഷ്യനായി തീരാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. യേശുവുമായി വ്യക്തിപരമായ ഗാഢബന്ധവും സ്നേഹബന്ധവും പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ, ഒരു വക്ഷസ്സനുഭവത്തിൽ വളരുവാനും ഉയരുവാനും ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.